ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, ആരോഗ്യം എന്നിവയുടെ വികസനത്തിനും ലഹരി വിരുദ്ധ പ്രചരണത്തിനും ഊന്നൽ നൽകി കരൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സാജു ജോർജ് വെട്ടത്തട്ട അവതരിപ്പിച്ചു. ശുചിത്വ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് 1,40,00,000 രൂപയും, ആരോഗ്യ മേഖലയ്ക്കായി പാലിയേറ്റീവ് കെയർ, ഓപ്പൺ ജിം എന്നിവ ഉൾപ്പെടെ 50 ലക്ഷം രൂപയും, ഭവന പദ്ധതിക്കായി 1 കോടി രൂപയും, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 3,25,00,000 രൂപയും ഉൾപ്പെടുത്തിക്കൊണ്ടും കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന വികസന പദ്ധതിയായ കരൂർ ശർക്കര, കരൂർ ബ്രാൻഡ് റൈസ് എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക വാണിജ്യ മേഖലയിൽ 90 ലക്ഷം രൂപ വകയിരുത്തി. വനിതാ ഘടക പദ്ധതി, ഭിന്നശേഷി വയോജനങ്ങൾ, കുട്ടികൾ എന്നിവർക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, ലഹരി വിരുദ്ധ പ്രചാരണം എന്നിവയ്ക്കായി 35 ലക്ഷം രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രി ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന് 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകൾ, കെട്ടിട നിർമ്മാണം, തെരുവ് വിളക്ക് പരിപാലനം, ചെക്ക് ഡാമുകൾ, പൊതു കിണർ നവീകരണം എന്നിവയ്ക്കായി 3 കോടി രൂപയും, PHC കരൂർ, കുടക്കച്ചിറ ഹോമിയോ ഡിസ്പെൻസറി എന്നിവയ്ക്കായി 40 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 20,30,203 രൂപ വരവും, 17,74,60,478 രൂപ ചെലവും, 1,36,32,136 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വൾപ്ലാക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ബോസ് എന്നിവരും മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സീന ജോൺ, ലിൻഡൻ ജോസഫ്, സ്മിത ഗോപാലകൃഷ്ണൻ, ലിസമ്മ ടോമി, അഖില അനിൽകുമാർ, ആന്യമ്മ ജോസ്, പ്രേമകൃഷ്ണസ്വാമി, പ്രിൻസ് അഗസ്റ്റിൻ, ഗിരിജ ജയൻ, അഖില അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു.